ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കളായി നിങ്ങളേവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. വിശ്വാസികളുമായുള്ള ക്രിസ്തുവിൻ്റെ ബന്ധങ്ങൾ അല്ലെങ്കിൽ റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ബിലീവേഴ്സ് എന്ന സബ്ജക്റ്റിൽ 19ാമത്തെ റിലേഷനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ക്രൈസ്റ്റ് ആസ് ദി ക്രൈസ്റ്റ് ഓഫ് ഗാഡ്. ഇങ്ങനെ വായിക്കുമ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അല്പം അരോചകത്വം തോന്നും. എന്തായി പറയുന്നത്? ക്രൈസ്റ്റ് ആസ് ദി ക്രൈസ്റ്റ് ഓഫ് ഗാഡ് എന്ന്. എന്നാൽ നാം വചനമെടുത്ത് വായിക്കുകയാണെങ്കിൽ ശിഷ്യന്മാർ കർത്താവിനോട് കൂടെ കുറച്ച് നാൾ ശുശ്രൂഷകളൊക്കെ ചെയ്തതിന് ശേഷം ഒരിക്കൽ കർത്താവിനോട് ചോദിക്കേണ്ടായിരുന്നു, മനുഷ്യർ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? അപ്പോൾ പലരും പറഞ്ഞു, യോഹന്നാൻ പ്രവാചകന്മാരൊരാൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ, എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അതായത് കുറച്ച് നാൾ തന്നോട് കൂടെ യാത്ര ചെയ്ത് തൻ്റെ പ്രവൃത്തികൾ കുറച്ചെല്ലാം കണ്ട് രോഗികളെ സൗഖ്യമാക്കുന്നത് കണ്ടു. അവൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പുരുഷന്മാരെ വരുന്നവരെ തന്നെ ആഹാരം കൊടുക്കുന്നത് കണ്ടു, രോഗികളെ സൗഖ്യമാക്കുന്നത് കണ്ടു, കുരുടിന് കാഴ്ച കൊടുക്കുന്നത് കണ്ടു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നത് കണ്ടു. അപ്പോൾ യെശയ്യാപ്രവചനം 61-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരോട് ചോദിക്കുന്നത്, എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഈ ഒരു ചോദ്യം ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരോടും വിശ്വാസികളൊന്ന് ചോദിച്ചു നോക്കണം. വാട്ട് യു ക്യാൻ സേ അബൌട്ട് ഹിം? പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചല്ല, നിങ്ങളുടെ വ്യക്തിപരമായ പരിചയത്തിൽ നിന്ന്, വ്യക്തിപരമായ നോളജിൽ നിന്ന് ക്യാൻ യു സേ ഈസ് ദ ക്രൈസ്റ്റ് ഓഫ് ഗാഡ്? ഇത് ചോദിച്ചപ്പോൾ പത്രോസ് അതിന് മറുപടി പറഞ്ഞ കാര്യമാണ്, ദൈവത്തിൻ്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിലാണെങ്കിൽ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. അപ്പോൾ ക്രിസ്തു എന്ന വാക്കിൻ്റെ ഉത്ഭവം ഗ്രീക്ക് വേർഡായിരിക്കുന്ന ക്രിസ്റ്റോസ് എന്ന വാക്കിൽ നിന്നാണ് ഈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന. ഇംഗ്ലീഷിലാണെങ്കിൽ അനോയിറ്റഡ് വൺ അല്ലെങ്കിൽ മസിഹ എന്നർത്ഥത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തെ, ഒരു പേഴ്സണാലിറ്റി ദൈവം എന്ന് അല്ലെങ്കിൽ ഡിവൈൻ എന്ന് ക്ലെയിം ചെയ്യണമെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്നതായ 5 സദ്ഗുണങ്ങൾ ആ വ്യക്തിത്വത്തിന് ഉണ്ടായിരിക്കണം. ഒന്ന്, അവൻ നിത്യനായിരിക്കണം. എന്ന് പറഞ്ഞാൽ അവന് ആദ്യനും അന്ത്യനും, അവൻ ആരംഭവുമില്ല അവസാനവുമില്ല. മറ്റൊന്ന്, അവൻ ഒംനിസെൻസ്, സർവജ്ഞാനിയായിരിക്കണം. മറ്റൊന്ന്, സർവവ്യാപിയായിരിക്കണം. ഒരേ സമയത്ത് പലയിടങ്ങളിൽ ഒരേ ശക്തിയോടുകൂടെ, ഒരേ ജ്ഞാനത്തോടുകൂടെ ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിവുള്ളവനായിരിക്കണം. അവൻ സർവശക്തനായിരിക്കണം. അവനേക്കാളും മേലെ വേറൊരു ശക്തി ഉണ്ടാകാൻ പാടില്ല. അവൻ ഇമ്മ്യൂട്ടബിൾ ആയിരിക്കണം. എന്നാൽ എന്ന് പറഞ്ഞാൽ സ്ഥിരമായ, മാറ്റാൻ പറ്റാത്തവനായിരിക്കണം. ഇത്തരം സദ്ഗുണങ്ങൾ ഉള്ള ഒരു പേഴ്സണാലിറ്റിക്ക് ഡിവൈൻ എന്ന് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ലോകത്തിൽ നോക്കുകയാണെങ്കിൽ അനേക പേഴ്സണാലിറ്റികൾ അല്ലെങ്കിൽ മനുഷ്യർ തന്നെ സൃഷ്ടിച്ചതായിരിക്കുന്ന അനേക ദൈവങ്ങളുണ്ട്. ഇവർക്ക് ഈ സദ്ഗുണങ്ങൾ 5 ഗുണങ്ങളുണ്ടെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. അവൻ നിത്യനാണെങ്കിൽ നിത്യൻ മാത്രമായ പോലെ സർവജ്ഞാനി എന്ന് പറഞ്ഞാൽ അവന് പുതിയതായിട്ടൊരു ജ്ഞാനം സമ്പാദിപ്പാനില്ല. പുതിയതായിട്ടൊരു ജ്ഞാനം സമ്പാദിച്ചാൽ ഇമ്മ്യൂട്ടബിൾ, അതായത് മാറാൻ കഴിയാത്തവൻ, മാറാത്തവൻ എന്ന ആ അവസ്ഥയ്ക്ക് ഭേദഗതി വരും. പിന്നെ അവൻ ദൈവമല്ല. അപ്പോൾ അവൻ വരുവാനുള്ളത് പാസ്റ്റ് ടെൻസും പ്രസൻറ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസിലും സകല വിഷയങ്ങളും അവൻ നേരത്തെ അറിഞ്ഞവനായിരിക്കണം. ഒരേ സമയത്ത് ഒരേ ശക്തിയോടുകൂടെ, ഒരേ ജ്ഞാനത്തോടുകൂടെ സ്വർഗത്തിലും ഭൂമിയിലും എവിടെയും ഒരേപോലെ പ്രവർത്തിക്കാൻ കഴിവുള്ളവനായിരിക്കണം. അവന് മേലെ വേറെ ശക്തി ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ഒരു ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നതെങ്കിൽ നിങ്ങൾ വാസ്തവത്തിൽ സത്യദൈവത്തെ തന്നെയാണ് സേവിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ തക്കോണം നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ഒരു കാര്യം നാം യേശുക്രിസ്തുവിനെ വിളിച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പലയിടത്തും നമുക്ക് ഈ കാര്യം അറിയാൻ സാധിക്കും. ഒന്ന്, നിത്യൻ. വെളിപ്പാട് പുസ്തകം
ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് തന്നെ കുറിച്ച് പറയുന്നത്, ഞാൻ ആദ്യനും അന്ത്യനുമാവുന്നു, ആൽഫയും ഒമേഗയുമാവുന്നു. അതേ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്ന് സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. 4-ാമത്തെ പോയിന്റ്, സർവജ്ഞാനി. പത്രോസിനടുക്ക് വന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൽ പത്രോസുമായിട്ടുള്ള ആ ഡിസ്കോഴ്സിനകത്ത് പറയുന്നത്, പത്രോസ് അവസാനം പറയുന്നത്, നീ സകലതും അറിയുന്നു, നീ സർവജ്ഞാനിയാണ്. ശിഷ്യന്മാർക്ക് കൊടുത്ത വാഗ്ദത്ത പ്രകാരം ശിഷ്യന്മാർ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ പോയിട്ട് സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. ഇന്നും പ്രവർത്തിക്കുന്നു. അമേരിക്കയിലായാലും ചൈനയിലായാലും കേരളത്തിലായിരുന്നാലും പാകിസ്ഥാനായിരുന്നാലും ഒരേപോലെ തൻ്റെ ശിഷ്യന്മാരെ കൂടെ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് അനുഭവിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരും സർവശക്തനാണെന്ന് മറ്റ് ശക്തികളെ ശിക്ഷ കൊടുത്തുകൊണ്ട് അവൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സർവശക്തനാണെന്ന്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഈ ക്രിസ്റ്റോസ് അല്ലെങ്കിൽ ക്രൈസ്റ്റ് ഓഫ് ഗോഡ് എന്ന വിഷയത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്, നമ്മളുമായിട്ടുള്ള വ്യക്തിപരമായ വിഷയങ്ങളിൽ അവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണോ അല്ലയോ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ പദത്തെ ഒന്ന് വിവേചിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ സിനോണിംസ് അല്ലെങ്കിൽ ശരിയായ മീനിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നത്. സകല ചരാചരങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ അവൻ സർവജ്ഞാനിയായിരിക്കുന്നത് കൊണ്ട്, അവന് പുതിയ ഒരു നോളജ് വന്നാൽ അവന് മാറ്റം സംഭവിക്കുന്നവനായതുകൊണ്ട്, അവൻ സർവവും നേരത്തെ അറിഞ്ഞിരിക്കുന്നവനായതുകൊണ്ട് തൻ്റെ ദൂതഗണങ്ങൾ തന്നോട് റിവോൾട്ട് ചെയ്യും അല്ലെങ്കിൽ മത്സരിക്കുമെന്ന് അവൻ നേരത്തെ അറിയാമായിരുന്നു. ദൈവം മനുഷ്യന് തൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്താലും സൃഷ്ടിക്കപ്പെട്ടിട്ടും അവന് പരീക്ഷിക്കുന്ന സമയത്ത് അവൻ വീണു പോകാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് തൻ്റെ പുത്രൻ നൽകുവാനുള്ള പദ്ധതി നേരത്തെ അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നുവെന്നും സമയമായപ്പോഴും അത് വെളിപ്പെടുത്തിയെന്നും അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് വിളിക്കപ്പെടുന്നു ഒക്കെ നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ വീണുപോയ മനുഷ്യനെ അതിൽ നിന്നും ഒരു കൂട്ടത്തെ വീണ്ടെടുത്ത് തൻ്റെ പ്രായശ്ചിത്തം മുഖാന്തരം, അറ്റോൺമെൻറ്റ് മുഖാന്തരം, അല്ലെങ്കിൽ പകരക്കാരനായി ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ദൈവനീതിക്ക് തൃപ്തി വരുത്തിയിട്ട് ഈ മാനവജാതിയെ വീണ്ടെടുത്ത് അവരുടെ കേഴ്സസിൽ നിന്ന് ദൈവനീതി അവരെ മേൽ വിധിച്ചിരുന്ന നിത്യമായ മരണമെന്ന ശിക്ഷയിൽ നിന്നും അവരെ വിലയ്ക്ക് വാങ്ങി അവരുടെ പിതാവായിരിക്കുന്ന ദൈവം പെർഫെക്റ്റ് ആയിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ വിശുദ്ധനായിരിക്കുന്നത് പോലെ അവരെ വിശുദ്ധരാക്കി തീർക്കുക എന്നൊരു അനോയിറ്റിംഗ് ആണ്, ഒരു ഓഥറൈസേഷനാണ് യേശു ക്രിസ്തുവിൻ്റെ മേലുള്ളത്. അതുകൊണ്ടാണ് അവനെ ക്രൈസ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അപ്പോൾ പിതാവ് ആകർഷിച്ചിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ ഒരു 30-33 തുടങ്ങിയ വാക്യങ്ങൾ അങ്ങനെ വായിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രൻ്റെ അടുക്കൽ വരുന്നില്ല, അവന് നൽകിയിരിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവരാരും നഷ്ടപ്പെട്ടു പോകാതെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. ഇങ്ങനെയെല്ലാം പറയുമ്പോൾ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട്, പിതാവ് ആകർഷിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിൽ കൂടെ ആകർഷിക്കപ്പെട്ട് പുത്രൻ്റെ അടുത്ത് വന്നാൽ അവരെ, ആ വന്നിരിക്കുന്നവരെ അവരുടെ പിതാവായിരിക്കുന്ന ദൈവം പെർഫെക്റ്റ് ആയിരിക്കുന്നത് പോലെ അവരെ പെർഫെക്റ്റ് ആക്കി എടുക്കുക എന്നൊരു ഓഥറൈസേഷൻ, എന്നൊരു അനോയിറ്റിംഗ് ആണ് യേശുവിൻ്റെ മേലുള്ളത്. അതാണ് ക്രൈസ്റ്റ് ഓഫ് ഗോഡ് എന്നതിൻ്റെ അർത്ഥം. ഇങ്ങനെ ഒരു റിലേഷൻ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ടോ? അത് ഏത് സ്റ്റേജ് വരേക്കും വളർന്നിട്ടുണ്ട്? താൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പെർഫെക്റ്റ് ആയിരിക്കുന്നത് പോലെ നിങ്ങളെ പെർഫെക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ സംസാരങ്ങളിൽ, നിങ്ങളുടെ ഡീലിങ്സുകൾ, നിങ്ങളുടെ വ്യക്തിമാർ, നിങ്ങളുടെ തോട്ട്സിൽ, നിങ്ങളുടെ പർപ്പസുകളിൽ, നിങ്ങളുടെ ആക്ഷനുകളിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പെർഫെക്റ്റ് ആയിരിക്കുന്നത് പോലെ നിങ്ങളെ പെർഫെക്റ്റ് ആകുവാൻ തക്കവണ്ണം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഇല്ലയോ? വീണ്ടുജന്മം പ്രാപിച്ചവരായിരിക്കാം, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരായിരിക്കാം, പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ചവരായിരിക്കാം, അന്യഭാഷ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കാം, കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്നവരായിരിക്കാം,
കർത്തൃമേശ എടുക്കുന്നവരായിരിക്കാം. പക്ഷേ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ, ഞാൻ ക്രിസ്തുവേശുവിനുള്ളവൻ തന്നെയാണ്, ഞാൻ ക്രിസ്തുവിലാണ്, ജീസസ് ഈസ് ദ ക്രൈസ്റ്റ് ഓഫ് ഗാഡായിട്ട് എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കും? ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു പ്രവൃത്തിയിലേക്ക്, അങ്ങനെ ഈ ഒരു ഓഫീസിലേക്ക്, അതായത് ക്രൈസ്റ്റ് ഓഫ് ഗാഡ് എന്ന ഒരു ഓഫീസിലേക്ക് നിങ്ങൾ കൊണ്ടുവരുവാൻ തക്കവണ്ണം അവൻ കൊടുത്തിരിക്കുന്ന വിലയെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് അവന് ട്രെയിൻ ചെയ്തതെന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ മൂല്യം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എത്രമാത്രം ദൈവം സ്നേഹിക്കുന്നു, എത്രമാത്രം വലിയ വിലയാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യവും അതുപോലെ തന്നെ 5-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണബോധനുമായവൻ അനേകം പുത്രന്മാരെ, അതായത് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും തേജസ്സിലേക്ക് നടത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് ഉള്ളതായ അതേ തേജസ്സിലേക്ക് നിങ്ങളെ നടത്തുമ്പോൾ, ഓൾറെഡി നിങ്ങൾ ആ തേജസ് പ്രാപിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവിടെ രക്ഷാനായകനെ, ക്യാപ്റ്റൻ ഓഫ് സാൽവേഷനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. മനുഷ്യരായ നമുക്ക് നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ ആത്മീകവും ശാരീരികമായ ബലഹീനതകൾ ഈ മാർഗത്തിലേക്ക് നടത്തപ്പെടുമ്പോൾ, അതായത് പിതാവ്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പെർഫെക്റ്റ് ആയിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവന് ഉള്ളതായ അതേ തേജസ് നിങ്ങളിലും പ്രാപിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ നടത്തുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിനോ നിങ്ങളുടെ പ്രാണനോ ആത്മാവിനോ ഉണ്ടാകുന്നതായ എത്രമാത്രം ക്ഷതങ്ങൾ, എത്രമാത്രം കഷ്ടതകൾ, പട്ടിണിയാണോ, ദാരിദ്ര്യമാണോ, നിന്ദയാണോ, രോഗമാണോ, ഉപദ്രവങ്ങളാണോ, അതിൻ്റെ എല്ലാം പീക്കിൽ, ഏറ്റവും ഉന്നത അവസ്ഥയിൽ തൻ്റെ മനുഷ്യത്വത്തിൽ, തൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും അനുഭവിച്ചുകൊണ്ട് നിങ്ങളും അതേ അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ നിങ്ങൾ തൊട്ടടുത്ത് വന്ന് നിങ്ങളെ സഹായിപ്പാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ, അല്ലെങ്കിൽ രക്ഷാനായകൻ എന്ന അർത്ഥത്തിൽ അവനെ അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ നോക്കണം, നിങ്ങൾക്കൊരു ശരീരത്തിനൊരു വേദന, അല്ലെങ്കിൽ ഒരു രോഗം വന്നു, അല്ലെങ്കിൽ ഒരു നിന്ദ വന്നു. ആ നിന്ദ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ യേശുവിനെ കുറിച്ചൊന്ന് നോക്കുക. അവൻ ജനിക്കുന്ന സമയം തുടങ്ങി തന്നെ മറിയയുടെ പുത്രൻ എന്നാണ് വിളിക്കുന്നത്. സാധാരണ അക്കാലത്ത് ഒരു വ്യക്തികളെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിതാവിൻ്റെ പേരിലാണ് മക്കൾ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ യേശുവിനെ വിളിച്ചിരിക്കുന്ന അവൻ മറിയയുടെ പുത്രൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ തന്തയില്ലാതെ ജനിച്ചവരെന്ന് നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ അവൻ ജീവിക്കുന്ന ആ പരിസരങ്ങളിൽ, ആ കൊച്ചു കുഞ്ഞായിരിക്കുന്ന സമയത്ത്, വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരൊക്കെ ഇവനെ കാണുന്നത് അപ്പനില്ലാതെ ജനിച്ച കുഞ്ഞായിട്ടാണ്, അല്ലെങ്കിൽ പരസംഗത്താൽ ജനിച്ചവനായിട്ടാണ്. അവൻ ശുശ്രൂഷകൾ ചെയ്ത് തുടങ്ങിയ സമയത്ത്, ഭൂതങ്ങളെ പുറത്താക്കുന്ന സമയത്ത് പറഞ്ഞു, ജ്ഞാനികളായിരിക്കുന്ന മഹാപുരോഹിതന്മാർ പറഞ്ഞു, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസിബൂളിനെ കൊണ്ട് പുറത്താക്കുന്നു. ഇത്തരം അനേകമായ നിന്ദകൾക്ക് പുറകെ നിന്ദകൾ ആർക്ക് വേണ്ടി വന്നു? ആരെ സഹായിക്കാൻ കൈനീട്ടിയോ അതേ കരങ്ങളാൽ, ആ നീട്ടിയ കരങ്ങളിൽ കാര്യരുമ്പാണി കൊടുത്തവരാണ് ഈ ശബ്ദം കേൾക്കുന്ന നമ്മ ഓരോരുത്തരും. നമുക്ക് അതേ സാധിക്കുകയുള്ളായിരുന്നു. കാര്യം നമ്മളിൽ ഒരു നന്മയുമില്ല, ഇന്നുമില്ല. അപ്പോൾ നമ്മുടെ ആ സ്വഭാവത്തെ, അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ്, അതിനെ മാറ്റിയെടുക്കുവാൻ തക്കവണ്ണം, നമ്മൾ ഡിവൈൻ നേച്ചർ കൊണ്ടുവരുവാൻ തക്കവണ്ണം, പിതാവിൻ്റെ അതേ തേജസ് നമ്മിൽ വരുവാൻ തക്കവണ്ണം, നമ്മളിലുള്ള ഹ്യൂമൻ നേച്ചറിനെ മാറ്റുവാൻ, നമ്മളിലുള്ള ചില സ്വഭാവങ്ങളെ മാറ്റിയെടുക്കുവാൻ തക്കവണ്ണം, ചിലപ്പോൾ ചില നിന്ദകൾക്കോ, ചില രോഗങ്ങൾക്കോ, ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കോ, ചില ദാരിദ്ര്യങ്ങൾക്കോ, ഉപദ്രവങ്ങൾക്കോ ഏൽപ്പിക്കുമ്പോൾ, നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലായിട്ട് കടന്നു പോകുമ്പോൾ, നമ്മുടെ രക്ഷാനായകൻ ദൂരെയല്ല, സ്വർഗത്തിലല്ല വസിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ അടുത്താണ്. ഉടനെ നാം കൃപാസനത്തിലേക്ക് നമ്മുടെ കണ്ണുകളൊന്ന് ഉയർത്തിയാൽ ഉടനെ, കർത്താവേ, ഞാൻ ഇപ്പോൾ കടന്നു പോകുന്ന ഈ നിന്നയിൽക്കാളും അതിന് 100% ഘോരമായ നിന്നയിൽ കൂടെ, ഉപദ്രവത്തിൽ കൂടെ, ദാരിദ്ര്യത്തിൽ കൂടെ, കഷ്ടതയിൽ കൂടെ നീ നടന്നു പോയനാണല്ലോ, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞാൽ ഉടനെ തത്സമയത്ത് കൃപ ലഭിപ്പെടുന്ന കൃപാസനത്തിലേക്ക് അതിധൈര്യത്തോടെ കടന്നു പോകാൻ നമുക്ക് ഇന്ന് സാവകാശമുണ്ട്.
അതുപോലെ തന്നെ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8 തുടങ്ങിയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച്, അവൻ്റെ ഡിവിനിറ്റിയിൽ ഒരു അനുസരണം പഠിക്കേണ്ട ആവശ്യതയില്ല. എന്നാൽ ഹ്യൂമാനിറ്റിയിൽ കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഇവിടെയാണ് അനേക വിശ്വാസികൾ ഇടറുന്നത്. തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഞാനത് ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. Though he were a son, yet learned he obedience by the things which he suffered, and being made perfect. അവൻ്റെ ഡിവിനിറ്റിക്ക് ഒരു പെർഫെക്ഷൻ്റെ ആവശ്യമില്ല. ഇറ്റ് ഈസ് ഓൾറെഡി പെർഫെക്റ്റ്. He made perfect. He became the author of eternal salvation unto all them that obey him. തന്നിൽ വിശ്വസിക്കുന്നവർക്കെന്നല്ല എഴുതിയിരിക്കുന്നത്, തന്നെ അനുസരിക്കുന്നവർക്ക്. ക്രിസ്തീയ ഗോളത്തിലൊരു 90-95% തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇവിടെ അനുസരണത്തിൻ്റെ ഒരു കാര്യം വരുന്നില്ലെന്നാണ്. വിശ്വസിക്കുക എന്നുള്ള പ്രസംഗങ്ങളും ക്ലാസ്സുകളും മറ്റുമേ കേൾക്കുന്നുള്ളൂ. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിശാചുകൾ ആദ്യം നിത്യരക്ഷ പ്രാപിക്കണം, അവർ ദൈവമേഖലെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. തന്നെ അനുസരിക്കുന്നവർക്ക്. അനേകർക്ക് തെറ്റിദ്ധാരണയുള്ളത് തന്നെ അനുസരിക്കുന്ന ഏവർക്കെന്ന് പറഞ്ഞാൽ ഇതാരെ അനുസരിക്കേണ്ടത്? ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു സ്വർഗത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങളിലും വസിച്ച്, നിങ്ങൾ വസിക്കുന്ന ഒരു മിഥ്യാധാരണയല്ല, ഇറ്റ്സ് എ ലിവിങ് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറയാം. നിങ്ങളെ നിങ്ങളുടെ പിതാവ് ആയിരിക്കുന്ന പെർഫെക്ഷനിലേക്ക്, അല്ലെങ്കിൽ അവൻ്റെ തേജസ് പ്രാപിക്കേണ്ടതിന് നടത്തുമ്പോൾ അവനെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ വേദനയുള്ള ഒരു റിലേഷനാണിത്. നമ്മുടെ ഡിവൈൻ നമുക്ക് നമ്മുടെ ഹ്യൂമൻ നേച്ചറിനെ മാറ്റിക്കളഞ്ഞുകൊണ്ട് കുറച്ചും കൂടി ലളിതമായിട്ട് ഭാഷയിൽ, ഇങ്ങനെ ഇച്ചിരി കട്ടിയ ഭാഷയിൽ പറഞ്ഞ ഒരു പേർക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഹ്യൂമൻ നേച്ചർ എന്നൊക്കെ പറഞ്ഞാൽ. ചെറുതായിട്ടൊന്നും പറഞ്ഞുതരാം. ഭാവനത്തിൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാരും മക്കളെ കുടുംബ ജീവിതത്തിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രത്യേക ഒരു സാഹചര്യം വന്നു, ഭാര്യ ഒത്തിരി ഒരു കഠിനമായ വാക്ക് പറഞ്ഞു പോയി, ഉടനെ ഭർത്താവിന് എന്ത് വരും? കോപം. അല്ലെങ്കിൽ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞു ഭാര്യയ്ക്ക് പെട്ടെന്നൊരു കോപം. ഇതും കൊണ്ട് നിത്യയിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. അപ്പോൾ ചോദിക്കും, ദൈവം കോപിച്ചിട്ടില്ലയോ? ദൈവം കോപിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയും നമ്മെ തന്നെ പോലെ ആക്കിയെടുക്കാനും വേണ്ടി കോപിക്കുന്നത്. അത് ക്ഷണനേരത്തേക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ദീർഘക്ഷമയില്ലായ്മ, പേഷ്യൻസ് ഇല്ലായ്മ, പെട്ടെന്നുള്ള കോപം, അല്ലെ ഈ ലോകത്തിലുള്ള അറ്റാച്ച്മെൻറ്റിലേക്കുള്ള ഡ്രാഗിങ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ ഹ്യൂമൻ നേച്ചർ കൊണ്ട്, നമ്മുടെ ഹ്യൂമൻ എബിലിറ്റി കൊണ്ട് സാധ്യമല്ല. അതിനാണ് ദ ക്രൈസ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. നമ്മിൽ വസിച്ച് തന്നോട് അനുസരണമുള്ളവനായി. ഇത് ഞാൻ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്നതിനെ കുറിച്ച് കൊണ്ടൊരു എപ്പിസോഡ് വളരെ മുമ്പായിട്ടിട്ടുണ്ട്. അവിടെ വളരെ ആഴത്തിൽ വിവരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ക്രിസ്തുവിനോട് അനുസരണമുള്ളവരായി തീരേണ്ട ആവശ്യകത എന്നെന്ന്. അത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ റിലേഷന് മുന്നേറാം. അപ്പോൾ നമ്മെ നമ്മുടെ പിതാവിൻ്റെ തേജസ്സിലേക്ക് നടത്തുവാൻ തക്കവണ്ണം താൻ കഷ്ടാനുഭവങ്ങളിൽ കൂടെ കടന്നുപോയി നാം അനുഭവിക്കുന്ന രോഗങ്ങളും നിന്ദകളാകട്ടെ, പരിഹാസങ്ങളാകട്ടെ, ഉപദ്രവങ്ങളാകട്ടെ, ഏതൊരു കഷ്ടത, ഏതൊരു കാലഘട്ടത്തിലും ഏതൊരു മനുഷ്യനും അനുഭവിക്കേണ്ട സകല കഷ്ടതകളും തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ 33 തിരുവയസ്സിനുള്ളിൽ അനുഭവിച്ച് നിങ്ങളെ വ്യക്തിപരമായിട്ട് സഹായിപ്പാൻ, നിങ്ങളുടെ ആവശ്യത്തിൽ നിങ്ങളോട് കൂടെ കഷ്ടം സഹിച്ച് രോഗം സഹിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങളെ പിതാവ്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പെർഫെക്റ്റ് ആയിരിക്കുന്നത് പോലെ പെർഫെക്റ്റ് ആക്കുവാൻ തക്കവണ്ണം നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത്.
അവൻ്റെ പരിപാലനം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഇങ്ങനൊരു റിലേഷൻ ഉണ്ടല്ലോ. നാം പറയും വചനം പഠിക്കുമ്പോൾ, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരാകുകയും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പെർഫെക്റ്റ് ആയിരിക്കുന്നത് പോലെ നിങ്ങൾ പെർഫെക്റ്റരാകുകയും നമ്മുടെ ഹ്യൂമൻ എബിലിറ്റി കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സംഗീതത്തിൻ്റെ കാര്യം പറയുന്ന പോലെ വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി, നാം നോക്കുന്നത് പോലെയല്ല, അഗ്നിജ്വാലയ്ക്കൊത്തണം കണ്ണുള്ളവൻ. നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരന്തിരെങ്കിലും മറഞ്ഞു കിടക്കുന്നതായിട്ടുള്ള വ്യസനത്തിലുള്ള മാർഗമുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കി നമ്മുടെ ഹ്യൂമൻ ഇൻ്റലക്റ്റിലേക്ക് പകർന്നു തന്ന്, കുഞ്ഞെ, നിൻ്റെ പിതാവ്, സ്വർഗസ്ഥനായ നിൻ്റെ പിതാവ് പെർഫെക്റ്റ് ആയിരിക്കുന്ന പോലെ സ്വഭാവമല്ല ഇത്. ഒരു പക്ഷെ നമ്മുടെ ഭവനത്തിൽ തന്നെ അത് വെളിപ്പെടുത്തി തരും, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലങ്ങൾ അത് വെളിപ്പെടുത്തി തരും, അല്ലെങ്കിൽ നമ്മുടെ പൊതു ഇടപാടുകളെ അത് വെളിപ്പെടുത്തി തരും, അല്ലെങ്കിൽ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ അത് വെളിപ്പെടുത്തി തരും. ഇത് കുഞ്ഞെ, നിനക്ക് നിത്യത്തിൽ നിൻ്റെ സ്വർഗസ്നായ പിതാവിനോട് കൂടെ വാഴുവാൻ യോഗ്യമായതല്ല. അതുകൊണ്ട് നീ എന്നെ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ നിന്നിൽ വസിച്ചുകൊണ്ട് നിന്നെ ഞാൻ അതിനായിട്ട് ട്രെയിൻ ചെയ്തെടുക്കാം. ഈ ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് ദൈവമായ കർത്താവ് നിങ്ങളേവരെയും നടത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ ശബ്ദം കേൾക്കുന്ന ഏവരെയും ദൈവത്തിൻ്റെ ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ എപ്പിസോഡിൽ വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഏത് കാലഘട്ടത്തിലും എവിടെയും ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും നിൻ്റെ പരിശുദ്ധമായ നാമത്തെ അനുഗ്രഹിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ഒരു വിഷയം അനേകർക്ക് ഗ്രാഹ്യമല്ല, തിരിച്ചറിവായിട്ടില്ല. നീ ഓരോരുത്തരുടെയും ബുദ്ധിമണ്ഡലത്തെ തുറന്നു നീ അവർക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്ന ഏക മെറിറ്റിനാൽ നിൻ്റെ ദയയെ വെളിപ്പെടുത്തി, നിൻ്റെ ദീർഘക്ഷമയെ വെളിപ്പെടുത്തി ഈ മഹാനുഗ്രഹത്തിലേക്ക് കർത്താവ് നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളുകളായിട്ട് നീ അടിയൻ പ്രവർത്തിച്ച് കർത്താവ് ഇത് ഉറപ്പിച്ചു തന്ന നിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു.